അതിലാദ്യമായിട്ട് 4 മീഡിയം സൈസ് സവോള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കണം. ഇനി ഇതിലെ പകുതി സവോള, അതായത് 2 മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ അല്പം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇത്രയും എണ്ണ വേണമെന്നില്ല, കുറച്ച് എണ്ണ ഉപയോഗിച്ച് 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ സവോള അതിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുക. സവോള സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഒരേ തിക്നെസ്സിലായിരിക്കണം സ്ലൈസ് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ ചിലത് മാത്രം നന്നായിട്ട് ഫ്രൈ ആവുകയും ബാക്കിയുള്ളത് ഫ്രൈ ആവാതിരിക്കുകയും ചെയ്യും. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. ഗോൾഡൻ കളർ മാറി ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. എണ്ണയിൽ നിന്നും കോരി കുറച്ച് സമയം പുറത്തിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ബ്രൗൺ കളർ അല്പം കൂടി കൂടും. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ക്രിസ്പിയായി മാറുകയും ചെയ്യും.